സംഘപരിവാറിന് മുന്നിൽ കേരളം കീഴടങ്ങി എന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിലെ വാസ്തവം എന്താണെന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് ചില കണക്കുകൾ വളരെ പെട്ടെന്ന് നോക്കാം. അതായത് PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വിഹിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർലമെന്റിൽ സമർപ്പിച്ച ചില കണക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ കർണാടകയിലെ കണക്കുകളാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. കർണാടകയ്ക്ക് 2023-2024 വർഷത്തിൽ PM ശ്രീ അലോക്കേഷനിൽ കിട്ടിയത് ഈ കാണുന്നത് പോലെ 26.4 കോടി രൂപയാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം, അതായത് 2024-2025 വർഷത്തിൽ, അതായത് ഈ നടപ്പ് വർഷം കർണാടകയ്ക്ക് കിട്ടിയത് 31.4 കോടി രൂപയും. ഈ രണ്ടും നമ്മൾ കണ്ടത് 2 വർഷത്തെ കർണാടകയ്ക്ക് PM ശ്രീയിൽ കിട്ടിയ കണക്കുകളാണ്. ഇനി നമുക്ക് അടുത്ത സംസ്ഥാനം നോക്കാം. അത് തെലങ്കാനയാണ്. തെലങ്കാന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. 2023-24 കണക്ക് നോക്കൂ. 59.8 കോടി രൂപയാണ് തെലങ്കാനയ്ക്ക് ആ വർഷം കിട്ടിയത് ഈ PM ശ്രീ അലോക്കേഷനായി. തൊട്ടടുത്ത വർഷം, അതായത് ഈ വർഷം 2024-2025 വർഷത്തിൽ 147.97 കോടി രൂപയാണ് തെലങ്കാനയ്ക്ക് ഈ PM ശ്രീ അലോക്കേഷനിലൂടെ ലഭിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതി അത് ഓരോ സംസ്ഥാനത്തിന്റെയും അവകാശമാണ്, ഭരണഘടന നൽകുന്ന അവകാശം. ഇനി കേരളത്തിന്റെ കണക്ക് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. 2023-2024 വർഷത്തിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് കേരളത്തിന് കിട്ടിയത് 0.88% മാത്രമാണ്. ഇനി 2024-25 വന്നാൽ അത് 1% മാത്രവും. വിവേചനത്തിന്റെ ആഴം ഈ കണക്കുകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. PM ശ്രീയുടെ പേര് പറഞ്ഞ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന 1444 കോടി അത് കേരളത്തിന്റെ അവകാശമാണ്. അത് മാത്രമല്ല കേട്ടോ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഒപ്പിട്ട് കാശ് വാങ്ങിയ പദ്ധതിയാണ് ഈ PM ശ്രീ. അവിടെയുള്ള സർക്കാരുകൾ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തോ എന്ന് KPCC അധ്യക്ഷനോട് ആര് ചോദിക്കും?